6.81 ലക്ഷം കോടി രൂപ. 2025-26 യൂണിയൻ ബഡ്ജറ്റിൽ ഇന്ത്യൻ സർക്കാർ ഡിഫൻസ് സെക്ടറിന് വേണ്ടി നീക്കിവെച്ച ഭീമൻ തുകയാണ്. ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഡിഫൻസ് ബഡ്ജറ്റുകളിൽ ഒന്ന്. ഒരുപക്ഷെ ഇത്രയും വലിയൊരു തുക എവിടേക്കാണ് പോകുന്നത്? ഇതിന്റെ ഗുണം അതിർത്തിയിലെ സൈനികർക്ക് മാത്രമാണോ? അല്ല, ഈ ഭീമമായ തുകയുടെ വലിയൊരു പങ്ക് ഇന്ത്യയിലെ ചില വമ്പൻ കമ്പനികളുടെ അക്കൗണ്ടുകളിലേക്ക് എത്താറുണ്ടോ? ഒരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ ഈ അവസരം നിങ്ങൾക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം? അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത്. ഡിഫൻസ് ബഡ്ജറ്റിലെ ഓരോ രൂപയും എവിടെയൊക്കെ എത്തുന്നു, ഏതൊക്കെ കമ്പനികൾക്കാണ് അവസരം പ്രയോജനപ്പെടുത്താൻ സാധ്യമാകുന്നത്, വിശദമായിട്ട് പരിശോധിക്കാം. ഒപ്പം ഈ സാഹചര്യത്തിൽ ഒരു സ്മാർട്ട് ഇൻവെസ്റ്റർ എങ്ങനെയാണ് ചിന്തിക്കേണ്ടതെന്നും നമുക്ക് ചർച്ച ചെയ്യാം. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. 6.81 ലക്ഷം എന്ന ഒരു വലിയ സംഖ്യയെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് റവന്യൂ എക്സ്പെൻഡിച്ചർ, രണ്ടാമത്തത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഇതിൽ വലിയൊരു ഭാഗമായി 4.88 ലക്ഷം കോടി രൂപയും റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ്. അതായത് സൈനികരുടെ ശമ്പളം, പെൻഷൻ, നിലവിലുള്ള ആയുധങ്ങളുടെയും സിസ്റ്റങ്ങളുടെയും മെയിന്റനൻസ്, മറ്റു ഡേ ടു ഡേ ഓപ്പറേഷൻസ് എന്നിവയ്ക്കുള്ള ചെലവായിട്ടാണ് മാറുന്നത്. ഡിഫൻസ് പെൻഷന് വേണ്ടി മാത്രം ഏകദേശം 1.61 ലക്ഷം കോടി രൂപ നീക്കി വെച്ചിട്ടുണ്ട്. ഇത് തീർച്ചയായിട്ടും അത്യാവശ്യമായ ഒരു ചെലവാണ്. കാരണം നമ്മുടെ സൈന്യത്തിന്റെ മൊറേൽ നിലനിർത്താൻ ഇത് കൂടിയേ തീരും. എന്നാൽ ഒരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ ശ്രദ്ധ പോകേണ്ടത് രണ്ടാമത്തെ വിഭാഗത്തിലാണ്, ക്യാപിറ്റൽ ഔട്ട്ലേ. ഏകദേശം 1.8 ലക്ഷം കോടി രൂപയാണ് പുതിയ ആയുധങ്ങൾ വാങ്ങാനും സൈന്യത്തെ മോഡേണൈസ് ചെയ്യാനും വേണ്ടി നീക്കി വെച്ചിരിക്കുന്നത്. ഇതാണ് യഥാർത്ഥ ഗെയിം ചേഞ്ചർ. പുതിയ യുദ്ധവിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, മിസൈലുകൾ, യുദ്ധക്കപ്പലുകൾ, റഡാറുകൾ, ഡ്രോണുകൾ തുടങ്ങി നമ്മുടെ ആർമിയുടെ കേപ്പബിലിറ്റി കൂട്ടാൻ ആവശ്യമായതെല്ലാം വാങ്ങിക്കൂട്ടുന്നത് ഈ പണം ഉപയോഗിച്ചാണ്. കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിനെ അപേക്ഷിച്ച് ഈ ക്യാപിറ്റൽ ഔട്ട്ലേയിൽ ഏകദേശം 4.65% വർധനമുണ്ട്. ഇതൊരു ചെറിയ വർധനമായിട്ട് തോന്നാമെങ്കിലും സർക്കാർ നയങ്ങളുമായിട്ട് ചേർത്ത് വായിക്കുമ്പോൾ ഇതൊരു വലിയ വ്യക്തമായിട്ടുള്ള സന്ദേശമാണ് നൽകുന്നത്. ഇന്ത്യ ഡിഫൻസ് രംഗത്ത് സ്വയം പര്യാപ്തമാക്കാൻ തയ്യാറെടുക്കുകയാണ്. ഒരു ബഡ്ജറ്റിന്റെ ആത്മാവ് ഒറ്റ വാക്കിൽ ഒതുക്കാം: ആത്മനിർഭരത അഥവാ മേക്ക് ഇൻ ഇന്ത്യ. മുമ്പ് നമുക്ക് വേണ്ട ആയുധങ്ങൾ ഭൂരിഭാഗവും റഷ്യ, ഇസ്രയേൽ, ഫ്രാൻസ്, അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ സർക്കാർ അവരുടെ പോളിസി മാറ്റി ഡിഫൻസ് ഉപകരണങ്ങൾ പരമാവധി ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുക എന്ന കാര്യത്തിൽ ശ്രദ്ധ ഊന്നിക്കൊണ്ട് ഇന്ന് ഫോക്കസ് അങ്ങോട്ടേക്ക് മാറിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് പല രാജ്യങ്ങളും ആയുധങ്ങൾക്കും കോമ്പണൻസിനും ഒക്കെ റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഇന്ത്യൻ കമ്പനികൾക്ക് മുമ്പെങ്ങും ഇല്ലാത്ത അവസരങ്ങളാണ് തുറന്നു കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ എല്ലാം യഥാർത്ഥ ബെനിഫിഷ്യറീസ് ആരായിരിക്കും എന്ന് നമുക്ക് പരിശോധിക്കാം. ഈ 1.8 ലക്ഷം കോടിയുടെ ക്യാപിറ്റൽ ബഡ്ജറ്റ് എന്നൊക്കെ ഏതൊക്കെ കമ്പനികളുടെ ഓർഡർ ബുക്കിലേക്കാണ് വന്നു ചേരാൻ പോകുന്നത്? നമുക്ക് പ്രധാനപ്പെട്ട 4 വിഭാഗങ്ങളായിട്ട് തരംതിരിച്ച് ഇതിനെ പഠിക്കാം. ഇതിൽ ഒന്നാമത്തെ സ്റ്റാർ എന്ന് പറയുന്നത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് ആണ്, HAL. ഡിഫൻസ് സ്റ്റോക്കുകളെ കുറിച്ച് പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന പേരാണ് HAL. ഇന്ത്യയുടെ വ്യോമ സുരക്ഷയുടെ നട്ടെല്ലാണ് എന്ന് തന്നെ പറയാം. പൊതുമേഖലാ സ്ഥാപനം തേജസ് മാർക്ക് 1, മാർക്ക് 2 ഫൈറ്റർ ജെറ്റുകൾ, പ്രജന്റ് കോമ്പാക്ട് ഹെലികോപ്റ്ററുകൾ, സുഖോയ് 30, MK1, മാർക്ക് 1 ഇവയുടെ എല്ലാം നിർമ്മാണവും മെയിന്റനൻസും ഒക്കെ നടത്തുന്നത് HAL ആണ്. ബഡ്ജറ്റിൽ എയർക്രാഫ്റ്റുകൾക്കും എയറോ എഞ്ചിനുകൾക്കുമായിട്ട് നീക്കി വെച്ചിരിക്കുന്ന ക്യാപിറ്റലിന്റെ സിംഹഭാഗവും ലഭിക്കാൻ പോകുന്നത് HAL ആണ്. സർക്കാർ പുതിയ ഫൈറ്റർ ജെറ്റുകൾ, വിമാനങ്ങൾ മറ്റും ഓർഡർ ചെയ്യുമ്പോൾ ആദ്യ പരിഗണന HAL ആയിരിക്കും ലഭിക്കുക. 10,000 കോടി രൂപയുടെ ഓർഡറുകൾ ഇതിനോടകം തന്നെ കമ്പനിയുടെ ഓർഡർ ബുക്കിലുണ്ട്. ആത്മനിർഭരത എന്ന പോളിസി ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്ന കമ്പനികളിൽ ഒന്നാണ് HAL. വിദേശത്ത് നിന്ന് വിമാനങ്ങൾ വാങ്ങുന്നതിന് പകരം ഇന്ത്യയിൽ നിർമ്മിക്കാൻ സർക്കാർ തീരുമാനിക്കുമ്പോൾ അതിന്റെ നേട്ടം പൂർണ്ണമായിട്ട് ലഭിക്കുന്നത് HAL-നാണ്. അതുകൊണ്ട് തന്നെ ഈ ബഡ്ജറ്റ് HAL-നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അവസരം തന്നെയാണ്. രണ്ടാമത്തെ ശക്തി കേന്ദ്രം ഭാരത് ഇലക്ട്രോണിക്സ് ആണ്, BEL. ഇത് യുദ്ധം ജയിക്കുന്നത് തോക്കും മിസൈലും കൊണ്ട് മാത്രമല്ല, ശത്രുവിനെ കണ്ടെത്താനും നമ്മുടെ സൈനികർക്ക് ആശയവിനിമയം നടത്താനും എനിമി മിസൈലുകളെ വഴിതിരിച്ചു വിടാനും സഹായിക്കുന്ന ഇലക്ട്രോണിക് സിസ്റ്റംസ് വളരെ പ്രധാനമാണ്. ഇവിടെയാണ് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് അഥവാ BEL-ന്റെ റോൾ വരുന്നത്. റഡാറുകൾ, മിസൈൽ കൺട്രോൾ സിസ്റ്റംസ്, കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങൾ, സോണാർ സംവിധാനങ്ങൾ തുടങ്ങി ഇന്ത്യൻ ആർമിയുടെ കണ്ണും കാതും എന്ന് പറയാവുന്ന ഉപകരണങ്ങൾ നിർമ്മിക്കുന്നത് BEL ആണ്. പുതിയ ബഡ്ജറ്റിൽ മോഡേണൈസേഷൻ നൽകുന്ന ഫോക്കസ് BEL-ന് വലിയ അവസരങ്ങളാണ് തുറന്നു നൽകുന്നത്. പുതിയ യുദ്ധക്കപ്പലുകൾ, വിമാനങ്ങൾ, ടാങ്കുകൾ എന്നിവ വാങ്ങുമ്പോൾ അതിനെല്ലാം വേണ്ട ഇലക്ട്രോണിക് സംവിധാനങ്ങൾ നൽകുന്നത് BEL ആയിരിക്കും. ഓരോ പുതിയ ഡിഫൻസ് ഡീൽ നടക്കുമ്പോഴും അതിന്റെ ഒരു വിഹിതം BEL-ന്റെ ഇലക്ട്രോണിക് കോമ്പണൻസിനായിട്ട് മാറ്റി വെക്കപ്പെടുന്നു. ഡിഫൻസ് കൂടാതെ സിവിൽ ഏവിയേഷൻസ്, സ്മാർട്ട് സീറ്റ്സ് പോലെയുള്ള ഡിഫൻസ് സെക്ടറുകളിലേക്കും BEL പ്രവർത്തനം വർദ്ധിപ്പിക്കുന്നത് കമ്പനിയുടെ ലോങ് ടൈം ഗ്രോത്തിന്റെ സാധ്യത വർദ്ധിപ്പിക്കും. അതിനാൽ ഡിഫൻസ് സെക്ടറിലെ ഏതൊരു കുതിപ്പും കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ പ്രതിഫലിക്കും. മൂന്നാമത്തെ പ്ലെയർ മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് ആണ്, MDL. ഇന്ത്യയുടെ നീണ്ട തീരപ്രദേശവും സമുദ്രത്തിലെ മാരിടൈം ത്രെട്ടുകളും കണക്കിലെടുക്കുമ്പോൾ നേവിയെ ശക്തിപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇവിടെയാണ് മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സിന്റെ മുംബൈ ആസ്ഥാനമായിട്ടുള്ള കമ്പനി രംഗത്തേക്ക് വരുന്നത്. ഇന്ത്യൻ നേവിക്ക് വേണ്ട യുദ്ധക്കപ്പലുകൾ, സബ്മറൈനുകൾ, ഡിസ്ട്രോയറുകൾ എന്നിവ നിർമ്മിക്കുന്നതിൽ സ്പെഷ്യലൈസ് ചെയ്ത കമ്പനിയാണ്. പ്രോജക്ട് 75 സ്കോർപിയൻ ക്ലാസ് സബ്മറൈനുകൾ പോലെയുള്ള പ്രസ്റ്റീജിയസ് പ്രോജക്ടുകൾ നടപ്പിലാക്കുന്നത് മസഗോൺ ഡോക്ക് ആണ്.
നേവിയുടെ മോഡേണൈസേഷന് വേണ്ടി ബജറ്റിൽ നീക്കിവെച്ച വലിയ തുകയുടെ പ്രധാനപ്പെട്ട ഒരു ബെനഫിഷ്യറി ആയിട്ട് മസഗോൺ ഡോക്ക് മാറിയേക്കും. സർക്കാർ മേക്ക് ഇൻ ഇന്ത്യ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് കൂടുതൽ കപ്പലുകളും സബ്മറൈനുകളും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ ഓർഡർ നൽകുമ്പോൾ അത് കമ്പനിക്ക് വൻ സാധ്യതകളാണ് നൽകുന്നത്. ഇന്ത്യൻ സമുദ്രത്തിൽ ചൈനയുടെ നേവൽ പ്രസൻസ് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ നേവിക്ക് കൂടുതൽ കരുത്തുറ്റ കപ്പലുകൾ ആവശ്യമായിട്ട് വരും. അത് മസഗോൺ ഡോക്കിന് ശോഭനമായിട്ടുള്ള ഒരു ഭാവിയാണ് നൽകുന്നത്. ഇനി നാലാമത്തെ വിഭാഗത്തിലേക്ക് കടക്കാം. പ്രൈവറ്റ് സെക്ടറിലെ വമ്പന്മാർ L&T, ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റം ഇവയൊക്കെയാണ്. ഡിഫൻസ് സെക്ടറിൽ ഇനി പബ്ലിക് സെക്ടർ കമ്പനികളുടെ മാത്രം കുത്തകയല്ല എന്നും സർക്കാരിന്റെ നയങ്ങൾ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനെ ശക്തമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നതും നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇതിൽ ഏറ്റവും മുന്നിലുള്ള പേരുകളാണ് ലാസൻ ആൻഡ് ടൂബ്രോ, അതുപോലെ തന്നെ ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ്, L&T ഡിഫൻസ്, കപ്പൽ നിർമ്മാണം, ആർട്ടിലറി ഗൺസ്, മിസൈൽ ലോഞ്ചറുകൾ എന്നിവയുടെ നിർമ്മാണത്തിൽ ഒരു സ്ട്രോങ് പ്രസൻസ് ആണ് K9 വജ്ര പോലെയുള്ള മോഡേൺ ആർട്ടിലറി ഗണ്ണുകൾ ഇന്ത്യൻ ആർമിക്ക് നൽകിയത് L&T ആണ്. അതുപോലെ ടാറ്റ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടുള്ള ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് എയർബസുമായിട്ട് ചേർന്ന് 295 ട്രാൻസ്പോർട്ട് വിമാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കാൻ പോവുകയാണ്. ഇത് ഇന്ത്യയിലെ പ്രൈവറ്റ് ഡിഫൻസ് സെക്ടറിലെ ഒരു നാഴികക്കല്ലാണ്. കൂടാതെ ഡ്രോണുകൾ, മിസൈൽ സിസ്റ്റംസ്, റഡാറുകൾ തുടങ്ങി ഹൈടെക് മേഖലകളിലെല്ലാം ടാറ്റ ശക്തമായിട്ട് മുന്നേറുന്നുണ്ട്. ബഡ്ജറ്റിലെ വലിയൊരു വിഭാഗം പബ്ലിക് സെക്ടർ കമ്പനികൾക്ക് മാത്രമല്ല കഴിവ് തെളിയിക്കുന്ന പ്രൈവറ്റ് കമ്പനികൾക്കും ലഭിക്കും എന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. അപ്പൊ ഇനി നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. ഈ അനാലിസിസ് കേട്ട് നാളെ തന്നെ ഈ സ്റ്റോക്കുകളെല്ലാം വാങ്ങിക്കൂട്ടാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബഡ്ജറ്റ് പ്രഖ്യാപനം ഇനി കമ്പനികൾക്ക് ഭാവിയിൽ ലഭിക്കാനുള്ള സാധ്യതകളുള്ള ഓർഡറുകളെ കുറിച്ചുള്ള ഒരു ഇൻഡിക്കേഷൻ മാത്രമാണ് നൽകുന്നത്. എന്നാൽ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ ഫണ്ടമെന്റൽസ് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒന്നാമതായിട്ട് വാല്യുവേഷൻ. ഈ സ്റ്റോക്കുകളിൽ പലതും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നവയാണ്. അതിനാൽ അവയുടെ ഇപ്പോഴത്തെ വില ഓവർ വാല്യൂഡ് ആണോ എന്ന് പരിശോധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഉയർന്ന വിലയിൽ വാങ്ങുന്ന റിസ്ക് വർദ്ധിപ്പിക്കും. രണ്ടാമതായിട്ട് ഓർഡർ ബുക്ക്. കമ്പനിയുടെ കയ്യിൽ നിലവിൽ എത്ര കോടി രൂപയുടെ ഓർഡറുകൾ ഉണ്ട്, അത് അടുത്ത എത്ര വർഷത്തിനുള്ളിൽ കമ്പനിക്ക് മെറ്റീരിയലൈസ് ചെയ്യാൻ കഴിയും, അതുപോലെ തന്നെ റവന്യൂ വിസിബിലിറ്റി എത്ര നാളേക്ക് ലഭിക്കും, ഈ ഒരു ഓർഡറുകൾ പ്രോഫിറ്റബിൾ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ കമ്പനിക്ക് സാധിക്കുമോ, ഇവയെല്ലാം വിലയിരുത്തേണ്ടതുണ്ട്. മൂന്നാമതായിട്ട് ഡെപ്റ്റ്. കമ്പനിക്ക് വലിയ കടങ്ങളുണ്ടോ, വരുമാനം വർദ്ധിക്കുന്നതിനൊപ്പം കടവും കൂടുന്നുണ്ടോ, ഇവയൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുറഞ്ഞ കടമുള്ള കമ്പനികളാണ് എപ്പോഴും സേഫ് ആയിട്ട് വരിക. നാലാമതായിട്ട് ഡൈവേഴ്സിഫിക്കേഷൻ. ഡിഫൻസ് ഓർഡറുകളെ മാത്രം ആശ്രയിക്കാതെ മറ്റ് നോൺ ഡിഫൻസ് ബിസിനസ്സുകളിൽ നിന്നും വരുമാനം കണ്ടെത്താൻ കമ്പനിക്ക് സാധിക്കുന്നുണ്ടോ. ഉദാഹരണത്തിന് BL സിവിൽ സെക്ടറുകളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുന്നത് ഒരു പോസിറ്റീവ് ഘടകമാണ്. ഡിഫൻസ് സെക്ടറിനെ ഒരു സ്ട്രക്ചറൽ ഗ്രോത്ത് സ്റ്റോറി ആയിട്ട് കാണുന്നതാണ് നല്ലത്. ഇന്ത്യയുടെ ജിയോ പൊളിറ്റിക്കൽ സാഹചര്യങ്ങളും ഒരു ഗ്ലോബൽ പവർ ആകാനുള്ള ശ്രമങ്ങളും ഈ മേഖലയ്ക്ക് അടുത്ത ദശാബ്ദത്തിൽ ഒരു വലിയ വളർച്ച നൽകിയേക്കും. അതിനാൽ തന്നെ ഒരു ലോങ് ടേം പെർസ്പെക്ടീവിൽ ഒരു നല്ല ഫണ്ടമെന്റൽസ് ഉള്ള കമ്പനിയെ കണ്ടെത്തി ശരിയായ വാല്യുവേഷനിൽ ഘട്ടം ഘട്ടമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു സ്മാർട്ട് ഇൻവെസ്റ്റർ ചെയ്യേണ്ട ഒരു ബെറ്റർ സ്ട്രാറ്റജിയാണ്. അപ്പൊ ഇനി നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കിടക്കാം. 2025-26 6.81 ലക്ഷം കോടിയുടെ ഡിഫൻസ് ബഡ്ജറ്റ് കേവലം ഒരു സംഖ്യയല്ല, അത് ഇന്ത്യയിലെ ഒരു സ്ട്രാറ്റജിക് ഷിഫ്റ്റിന്റെ, കോൺഫിഡൻസിന്റെ, എക്കണോമിക് ഗ്രോത്തിന്റെ ഒരു പ്രഖ്യാപനമാണ്. ഈ ഒരു മാറ്റത്തിന്റെ പ്രധാന ബെനിഫിഷ്യറീസ് HAL, BL, മസഗോൺ ഡോക്ക് പോലെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളും L&T, ടാറ്റ പവർ പോലെയുള്ള പ്രൈവറ്റ് കമ്പനികളുമാണ്. ഇന്ത്യൻ ഇൻവെസ്റ്റർ എന്ന നിലയിൽ ഈ ഒരു വലിയ അവസരം മനസ്സിലാക്കി എന്നാൽ വളരെ ബുദ്ധിപൂർവമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റിന് മുന്നോട്ട് പോകേണ്ടതുണ്ട്. കൃത്യമായ പഠനം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ജേർണി വളരെ എളുപ്പമുള്ളതാക്കി മാറ്റും. അപ്പോൾ ഈ അനാലിസിസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് നൽകുക. ഇന്ത്യൻ ഡിഫൻസ് സെക്ടറിലെ കൂടുതൽ വിവരങ്ങൾക്കും മറ്റ് ഇൻവെസ്റ്റ്മെന്റ് സാധ്യതകളെ കുറിച്ചുള്ള വിശകലനങ്ങൾക്കുമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.